ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഓപ്പോയുടെ പുതിയ മോഡലായിട്ടുള്ള ഓപ്പോ A17 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇതാണ് അതിൻ്റെ ബോക്സ്. ഇപ്പോൾ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്, ഓൺലൈൻ മോഡലല്ല, ഓഫ്ലൈൻ. അതായത് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,500 രൂപയാണ് ഈ ഫോണിൻ്റെ റേറ്റ് വരുന്നത്. ഓഫ്ലൈൻ ആയ കാരണം തന്നെ ഡിസ്കൗണ്ടും ക്യാഷ് ബാക്കൊക്കെ വെച്ച് 12,000 രൂപ പ്രൈസിനൊക്കെ ഈ ഫോൺ കിട്ടും. അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. പ്രോസസ്സർ, ക്യാമറ, പെർഫോമൻസും ഡിസ്പ്ലേയും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഇനി അധികം പറഞ്ഞിട്ടാതെ ഡയറക്റ്റ് ആയിട്ട് അൺബോക്സിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ A17 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. 4GB RAM 64GB വേരിയൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഓപ്പോയുടെ A സീരീസ് ഫോണിനകത്ത് കാണുന്ന ഒരു സെയിം ബോക്സ് തന്നെ ഇവിടെ വരുന്നത്. സൈഡിലും ഇതുപോലെ ബ്രാൻഡ് നെയിം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ MRP ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ തന്നെ പ്രീമിയം ലെതർ ഫീൽ ഡിസൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. 50 MP ക്യാമറ, 5000 mAh ബാറ്ററി, പിന്നെ 4GB RAM വരെ നമുക്ക് എക്സ്റ്റൻഡ് റാമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ IMEI നമ്പർ, കാര്യങ്ങൾ, മാനുഫാക്ചറിങ് ഡേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സും എഴുതിയിട്ടുള്ളത്. നമ്മൾ എടുത്തുള്ളത് ഇതിൻ്റെ സൺലൈറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞ കളറാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ കൂടി അവൈലബിൾ ആണ്, അതും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ബോക്സിനകത്ത് നമുക്ക് ഇത്തരത്തിലൊരു ബാക്ക് പൗച്ചും കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ മാനുവലും പേപ്പേഴ്സൊക്കെ കിട്ടുക. സൈഡിലൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. ബാക്ക് സൈഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ബാക്ക് പൗച്ച് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്, അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് സ്മാർട്ട് ഫോൺ. ബോക്സിനകത്ത് നമുക്ക് ഒരു ചാർജർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആക്സറീസ് എന്ന് പറയുന്നത്. ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജർ കിട്ടുന്നുണ്ട്, പിന്നെ സിം എജക്റ്റിംഗ് ടൂളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതാണ് ഓപ്പോ A17 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ഭംഗിയുണ്ട്. തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള റിയൽമിയുടെ ഒക്കെ ചില ഫോണിൻ്റെ ഒരു ഡിസൈനായിട്ട് സാദൃശ്യമുണ്ട്. ഈ ഒരു ക്യാമറ ഭാഗമായിട്ടും നല്ല രീതിയിലൊരു ഇത് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്, പക്ഷേ ഒരു ലെതർ ഫിനിഷ്ഡ് അല്ലെങ്കിൽ ലെതർ പോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. പിന്നെ കൈനകത്തുള്ള അഴുക്കുകളൊന്നും പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. കാരണം അഴുക്കുകളോ വയർപ്പോ ഫിംഗർ പ്രിൻറ്റുകളൊന്നും പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. ക്യാമറ നോക്കുമ്പോൾ 2 ക്യാമറ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഒന്ന് 50 MP മെയിൻ റിയർ ക്യാമറ, പിന്നെ ഈ ഒരു റൗണ്ടിനകത്ത് ഒരു 2 MP ഒരു മാക്രോ ക്യാമറയും പിന്നെ ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ട്. സൈഡൊക്കെ ബോക്സ് ഡിസൈൻ തന്നെ വരുന്നുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്മാർട്ട് ഫോണാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 12,000 രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഡിസൈൻ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഓപ്പോയുടെ ഒരു ബ്രാൻഡ് നെയിമും കാര്യങ്ങൾ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. താഴെ സ്പീക്കറിൻ്റെ ഗ്രില്ല് വരുന്നുണ്ട്. മൈക്രോ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡൈമെൻഷനലി നല്ല ഭംഗിയുണ്ട്. ലുക്ക് വൈസ് ആയാലും ഡിസൈൻ വൈസ് ആയാലും ഒക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ ഫോൺ ഇനി സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഓപ്പോ A17 ഈ സ്മാർട്ട് ഫോൺ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്നതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ലാഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു സ്പീഡ് കുറവ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആയ കാരണം നമുക്കത് വിട്ട് കളയാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ബ്രൈറ്റ്നസ് ഉള്ള, നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 600 നിറ്റ്സാണ് ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഒരു ഫോണാണ് വരുന്നത്. അപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് ഒക്കെ പകുതി ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ഫുൾ HD ഡിസ്പ്ലേ ഇല്ല, വെറും HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഇവിടെ വരുന്നുണ്ട് മുകളിൽ. ചെറിയൊരു നോച്ചാണ്, പക്ഷേ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ നോച്ച് ഡിസ്പ്ലേ ഇപ്പോൾ ഒരു വലിയൊരു കുറവായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വരുന്ന ഒരുവിധം എല്ലാ ബഡ്ജറ്റ് ഫോണിനകത്തും ഈ നോച്ചിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നോക്കുമ്പോൾ ഫുൾ HD ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു, പക്ഷേ ഇവിടെ ഒരു HD കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റോ ഒന്നും കൊടുക്കുന്നില്ല. സാധാരണ ഒരു 60 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് മറ്റ് പല ബ്രാൻഡുകളിലും ഈ പറയുന്ന 90 Hz അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേകളുള്ള ഫോണുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് മാത്രം. പക്ഷേ ഓഫ്ലൈൻ ആയ കാരണം കുഴപ്പമില്ലെന്ന് പറയാം. കാരണം ഓഫ്ലൈനിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ തന്നെ കിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ ഈ ഫോണിനകത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്സ് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, 1 2 3 4 5 6 7 8 ഒരു 10-12 ആപ്പ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ആപ്സ് മാത്രം ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത നമുക്ക് ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റുന്നുണ്ടോ. അപ്പോൾ ആവശ്യമുള്ള മാത്രം ഉപയോഗിച്ചാൽ മതി, ലോഡ് അധികം കൂട്ടണ്ട. ഇനി നമുക്ക് സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അബൌട്ട് ഫോണിനകത്ത് പോയിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പോൾ അബൌട്ട് ഡിവൈസിനകത്ത് ഇവിടെ ഡിവൈസ് നെയിം ഓപ്പോ A17 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് 64GB ആണ് വരുന്നത്. നമുക്ക് എക്സ്ട്രാ മെമ്മറിയോടെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. 1 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും.
പിന്നെ നമുക്ക് ഇവിടെ ഹീലിയോ G35 എന്ന് പറയുന്ന പ്രോസസ്സർ കൊടുത്തുള്ളത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിട്ടുള്ള യൂസിങ്ങിന്, അത് ഗെയിമിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിക്കുക വേണ്ട, ഏറ്റവും സാധാ യൂസിങ്, നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ബ്രൗസിങ് അങ്ങനത്തെ സാധാരണ ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, യൂട്യൂബ് വീഡിയോസ് കാണാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതെന്ന് പറയുന്നത്. ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഗെയിമിങ്ങിനാണ് നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് നോക്കായിരിക്കും നല്ലത്. സാധാരണ യൂസിങ്ങിന്, ലോങ് ലാസ്റ്റ് യൂസിങ്ങിനൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോസസ്സർ ഓക്കെ ആണെന്ന് പറയാം. പിന്നെ ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ് വരുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ 13 14 ഈ ഫോണിനകത്ത് കിട്ടുന്നുണ്ടോ. പിന്നെ അതുപോലെ തന്നെ 4GB റാമിൽ ഈ ഫോൺ വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 4GB റാം വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തം 8GB റാമിൽ നമുക്ക് ഈ ഫോൺ എഫക്റ്റീവ് റാമിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ മൈക്രോ USB പോർട്ടാണ് വരുന്നത്, C ടൈപ്പ് അല്ല. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് മിക്കവാറും 10 വാട്ട് ഉണ്ടാവുള്ളൂ, 80 വാട്ടൊന്നും പോലും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്ത് പറയുമ്പോൾ കാര്യം എന്ന് പറയുന്നത്. കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് ഉള്ള ഫോൺ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP ആണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ 50 മെഗാപിക്സൽ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊരു ഗംഭീര ഒരു ക്യാമറ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. സാധാരണ ഒരു യൂസിങ്ങിന് പറ്റിയുള്ള ഒരു ക്യാമറ. ജസ്റ്റ് ഒരു ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് കിട്ടുള്ളൂ, ഒരു ഓവറായിട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. സാധാരണ രീതിയിലുള്ള നമുക്ക് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലുള്ള ഫോട്ടോസൊക്കെ പറ്റിയ ഒരു ക്യാമറ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഓപ്പോൻ്റെ ആയ കാരണം ചെറിയ രീതിയിലുള്ള ഒരു ഓപ്റ്റിമൈസേഷനൊക്കെ ക്യാമറ ഭാഗത്ത് ഉണ്ടാവുന്നു മാത്രം. നൈറ്റ് മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് ഫുൾ എച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോ മോഡ്, മോർ സെറ്റിംഗ്സിനകത്ത് ടൈം ലാപ്സ് മോഡ്, പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, പിന്നെ മാക്രോ മോഡൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഇതാണ്. അപ്പോൾ ക്യാമറ ഒരു ആവറേജ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ മെയിൻ യൂസിങ് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം എടുക്കുക. സെൽഫി ക്യാമറ 5 MP വരുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് ഒരു 8 മെഗാപിക്സൽ എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ നമുക്ക് 5 MP മാത്രമേ വരുന്നുള്ളൂ. കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു സെൽഫി ഔട്ട്പുട്ട്. ഞാൻ ജസ്റ്റ് ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു സെൽഫിയാണ്. കുഴപ്പമില്ലെന്ന് പറയാം. നമ്മുടെ ഒരു മുഖത്തെ ഡീറ്റെയിൽസ് ഒന്നും അത്ര ക്ലിയർ അല്ല, വളരെ ഒരു മിനിമം ആയിട്ടുള്ള ഒരു സെൽഫി ഡീറ്റെയിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. ഒട്ടും ഇംപ്രസ് ആയിട്ടുള്ള സെൽഫി അല്ല, വളരെ മോശം എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ആവറേജിനും താഴെ നിൽക്കുന്ന സെൽഫി ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. വീഡിയോ മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പിന്നെ അതുപോലെ മോർ സെറ്റിംഗ്സിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ക്യാമറയും ഒരു വളരെ മിനിമം ആയിട്ടുള്ള ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ കുറച്ച് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈനാണ് വരുന്നത്. ഒറ്റ നോട്ടത്തിൽ ആരും നോക്കി പോകുന്നൊരു ഡിസൈൻ വരുന്നുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ നല്ല ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണിത്. നല്ല ബാറ്ററി ബാക്കപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ഇത്ര നേരം ഉപയോഗിച്ചിട്ടും ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഇത്ര നേരം ഞാൻ ജസ്റ്റ് ബൂട്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കി, ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. അത് നല്ലൊരു കാര്യമാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും, അങ്ങനെ മൊത്തത്തിൽ ഒരു ബേസിക് യൂസിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്പോൻ്റെ ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റിയൊരു മോഡലാണ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.